ഹലോ വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഉഷാ രഘുനന്ദനൻ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് 5ാം ക്ലാസ്സിലെ സ്റ്റേറ്റ് സിലബസിലെ 5th സ്റ്റാൻഡേർഡിലെ മാത്സിലെ പാഠഭാഗങ്ങളിൽ ചില ചോദ്യങ്ങളാണ്. ഇപ്പം നമുക്ക് ചോദ്യം നോക്കാം. ഇവിടെ പറയുന്നത് സോൾവ് ദ ഫോളോയിങ്. ഫസ്റ്റ് എ പാർട്ട് ക്വസ്റ്റ്യൻ ട്രെയിൻ ജേർണി സ്റ്റാർട്ട്സ് അറ്റ് 6:45 AM and ends at 2:30 PM. ഹൗ ലോങ് ഈസ് ദ ജേർണി? ഒരു ട്രെയിൻ യാത്രയുടെ കാര്യമാണ് പറയുന്നത്. രാവിലെ 6:45 സ്റ്റാർട്ട് ചെയ്തു. ഉച്ച 2:30 എന്ന് വെച്ചാൽ 2:30 ഉച്ച PM എന്ന് പറഞ്ഞാൽ ആഫ്റ്റർനൂൺ ആണല്ലോ അല്ലെ. അപ്പൊ ഉച്ച 2:30 എത്തുകയാണെങ്കിൽ അപ്പോൾ എത്ര ദൂരം, എത്ര ലോങ് എന്ന് വെച്ചാൽ എത്ര ഹവേഴ്സ്, എത്ര മണിക്കൂർ അത് സഞ്ചരിച്ചു എന്നാണ് നമ്മളിവിടെ കണ്ടെത്തേണ്ടത്. ഓക്കെ, അപ്പൊ ഈ മുക്കാലും കാലൊക്കെ വരുമ്പോ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? 6:45 AM അല്ലെ. അപ്പൊ മുക്കാലാകുമ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ കുറച്ചും കൂടി എന്താണ് ആലോചിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 7 മണി മുതൽ എന്ത് ചെയ്യാം? കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ 7 മണി മുതൽ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ 6:45 മുതൽ 7 മണി എന്ന് പറഞ്ഞാൽ 15 മിനിറ്റ് ഉണ്ട് അല്ലെ. ആ 15 മിനിറ്റ് അവിടെ നിൽക്കട്ടെ. ഓക്കെ, അത് നമുക്ക് എന്ത് ചെയ്യാം? പിന്നീട് ആഡ് ചെയ്യാം. അപ്പോ 15 മിനിറ്റ് കഴിഞ്ഞാൽ ഇത് എത്ര മണിയായി? 7 മണിയായി അല്ലെ. AM എന്ന് പറഞ്ഞാല് രാവിലെ 7 മണി. 7 മണി മുതൽ 2:30 വരെയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. 7 മണി മുതൽ 12 മണി വരെ നമുക്ക് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ അല്ലെ. 7 മണി മുതൽ 12 മണി വരെ എന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂറായി? 5 മണിക്കൂറായി. ഓക്കെ, അപ്പോ ഈക്വൽ ടു 5 ഹവേഴ്സ് അതവിടെ നിൽക്കട്ടെ. പ്ലസ് ഇനി ഇവിടെ നോക്കി നോക്കൂ, 2:30. അപ്പൊ 12 മണി കഴിഞ്ഞാൽ 2:30 മണിക്കൂർ അല്ലെ. 2:30ക്ക് എത്ര മണിക്കൂർ വേണം? 2:30 മണിക്കൂർ വേണം. അപ്പോ 2:30 മണിക്കൂർ. അപ്പൊ ടോട്ടൽ നമുക്ക് എത്ര മണിക്കൂറായി? 7:30 മണിക്കൂർ എന്ന് വെച്ചാൽ 7 മണിക്കൂർ 30 മിനിറ്റ് ആയി. ഇനി അപ്പൊ ഇതാണ് നമ്മൾ 2:30 വരെയുള്ള സമയം. പക്ഷെ ഇവിടെ നമ്മൾ ഒരു 15 മിനിറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. ആ 15 മിനിറ്റ് നമ്മൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കും. അതാണ് നമ്മളുടെ ഫൈനൽ ടൈമിംഗ് വരിക. അപ്പൊ 7 മണിക്കൂർ 45 മിനിറ്റ്. എന്താ, എത്ര മണിക്കൂറാണ് യാത്ര ചെയ്തത്? 7 hours and 45 minutes ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുക. ഇനി ഇതിന്റെ ബി പാർട്ട്. എ ബസ് ഡിപ്പാർട്ട്സ് അറ്റ് 23:15. 23:15 റെയിൽവേ ടൈം ആണ്. അപ്പോ റെയിൽവേ ടൈം നമുക്ക് എന്താണ്? ആഫ്റ്റർ PM ആണെങ്കിൽ 12 മണിക്ക് ശേഷം ആകുമ്പോൾ നമ്മൾ റെയിൽവേ ടൈമിങ് ഇങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 12 മണി കഴിഞ്ഞാൽ 1 മണി ആവുമ്പോൾ, ഉച്ചയ്ക്ക് 1 മണി എന്ന് പറഞ്ഞാൽ 12 കഴിഞ്ഞാൽ 13, 14 അങ്ങനെ വരുന്നതാണ്. അപ്പോൾ ഇത് രാത്രി 11:15 ആണ്, 11:15. ആൻഡ് അറൈവ്സ് അറ്റ് 4:50 ദ നെക്സ്റ്റ് ഡേ. അപ്പൊ അത് രാവിലെ പുലർച്ചെ 4:50 ട്രെയിൻ അവിടെ എത്തുന്നത്. അല്ല, ബസ്, സോറി. കാൽക്കുലേറ്റ് ദ ഡ്യൂറേഷൻ. അപ്പൊ എത്ര നേരം അത് ബസ് സഞ്ചരിച്ചു, എത്ര മണിക്കൂറാണ് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കണ്ടെത്തേണ്ടത്. അപ്പോ 11:15 അല്ലെ. 11:15 നമുക്ക് എന്ത് ചെയ്യാം? ഒരു 12 മണിയാക്കാം അല്ലെ. അപ്പൊ നമ്മൾ അവിടെ എത്ര മിനിറ്റ് അവിടെ പിടിച്ചു? 3/4 മിനിറ്റ്. ദാറ്റ് ഈസ് 45 മിനിറ്റ് അവിടെ നിൽക്കട്ടെ. അത് നമുക്ക് പിന്നീട് ആഡ് ചെയ്യാം. അപ്പൊ 12 മണിയാവുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ആഡ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പൊ രാത്രി 12 മണി മുതൽ രാവിലെ 4:30 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര മണിക്കൂറായി? അവിടെ 4:30 അല്ല, 4:50. 4 മണിക്കൂർ 50 മിനിറ്റ്. അപ്പൊ ടോട്ടൽ നമുക്ക് 4 മണിക്കൂർ 50 മിനിറ്റ് കിട്ടി. പ്ലസ് എവിടെ നമ്മൾ മാറ്റി വെച്ച 45 മിനിറ്റ്സ് ഉണ്ട് അല്ലെ. ആ 45 മിനിറ്റ്സ് നമ്മൾ ഇവിടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ കിട്ടുന്നത് 4 മണിക്കൂർ 95 മിനിറ്റ് ആണ്. ഈ 95 മിനിറ്റിനെ നമുക്ക് കൺവേർട്ട് ചെയ്യണം. ബിക്കോസ് നോക്കൂ, 1 മിനിറ്റ് എന്ന് പറയുന്നത്, സോറി, 1 മണിക്കൂർ എന്ന് പറയുന്നത് 60 മിനിറ്റ് ആണ് അല്ലെ. നമുക്കറിയാം 1 മണിക്കൂർ എന്ന് പറയുന്നത് എത്രയാണ്? 60 മിനിറ്റ് ആണ്. അപ്പൊ ഇവിടെ ഈ ഒരു 60 മിനിറ്റ് നമ്മൾ നമ്മുടെ 1 മണിക്കൂറാണ്. അപ്പൊ അത് നമ്മൾ ഇവിടെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് എത്ര ഉണ്ട്? 35 ഉണ്ട്. അപ്പോ 4 മണിക്കൂർ 95 മിനിറ്റ് എന്ന് പറയുന്നത് 95 മിനിറ്റിൽ 60 മിനിറ്റ് 1 മണിക്കൂറാണ്. അപ്പൊ 4 മണിക്കൂറ് പ്ലസ് 1 മണിക്കൂർ 5 മണിക്കൂർ നമുക്ക് അവിടെ കിട്ടി. ഓക്കെ, നമുക്ക് അടുത്ത ഇതിൽ എഴുതാം, നെക്സ്റ്റ് പേജിൽ എഴുതാം. അപ്പൊ ഇവിടെ ടോട്ടൽ നമുക്ക് കിട്ടിയത് എത്രയാണ്? ഞാൻ ഒന്നും കൂടി ഇവിടെ എഴുതുന്നുണ്ട്, ബി പാർട്ട്. അപ്പോൾ 45 മിനിറ്റ് നമ്മളിവിടെ മാറ്റി വെച്ചത് പ്ലസ് നമുക്ക് കിട്ടിയ
4.5 മിനിറ്റ്. 4.5-ൽ നമുക്ക് ആ 45 മിനിറ്റും കൂടി കൂട്ടുമ്പോൾ 4 മണിക്കൂർ 95 മിനിറ്റായി. പക്ഷെ 95 മിനിറ്റ് എന്ന് പറയുന്നത് അതിലെ ആ 95-ലെ 60 നമ്മൾ കുറയ്ക്കണം. ബിക്കോസ് 1 മിനിറ്റ് എന്താണ് നമ്മളുടെ ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ നമ്മുടെ എത്രയാണ് 60 മിനിറ്റ് ആയതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ആ 1 മണിക്കൂർ കുറച്ച് കഴിഞ്ഞാൽ ബാലൻസ് ഉള്ളത് 35 മിനിറ്റ് ആണ്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ 4 മണിക്കൂർ പ്ലസ് നമ്മുടെ 60 മിനിറ്റ് ഇവിടെ ഉണ്ട്. അത് നമ്മളുടെ എന്താണ് മണിക്കൂറിൽ 1 ആണ് അല്ലേ. അപ്പോൾ 1 മണിക്കൂറാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ ടോട്ടൽ എത്രയായി 5 മണിക്കൂറായി. 5 മണിക്കൂറും പ്ലസ് എന്തുണ്ട് 35 മിനിറ്റും ഉണ്ട് അല്ലേ. അപ്പൊ എത്രയാണ് യാത്ര ചെയ്തത് ആ ബസ്? 5 മണിക്കൂർ 35 മിനിറ്റ്. 5 hours 35 minutes. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചിട്ട് വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പൊ നമുക്ക് ആ മുക്കാലും കാലും അരയുള്ളതൊക്കെ ഒന്ന് മാറ്റി വെച്ചാൽ, അര മാറ്റി വെക്കാൻ നിർബന്ധമില്ല. ഈ കാലും മുക്കാലൊക്കെ വരുമ്പോൾ ഒന്ന് മാറ്റി വെച്ചാൽ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ എളുപ്പത്തിൽ ആഡ് ചെയ്യാം. പിന്നെ സി പാർട്ടിൽ എന്താണ് കൺവേർട്ട് ദ ഫോളോയിങ് ടു 24 hour ഫോർമാറ്റ്. നമ്മൾ റെയിൽവേ ടൈമിംഗ് ആണ് നമ്മൾ അധികം 24 അവർ ഫോർമാറ്റ് ഒക്കെ ചില സമയത്ത് നമുക്ക് വാച്ചിലും അങ്ങനെ അല്ല, വാച്ചിൽ നമുക്ക് മൊബൈലിൽ നമ്മൾ സെറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ 24 hour ഫോർമാറ്റിൽ നമുക്ക് എന്താ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ AM ആണെങ്കിൽ അതെന്നെ വരും ആ ടൈമിന്. ഇവിടെ നോക്കി നോക്കൂ 10:45 10:45 AM. അതിന് യാതൊരു മാറ്റവും ഇല്ല. 24 ഫോർമാറ്റിൽ അവർ ഫോർമാറ്റിൽ നമ്മൾ എന്താ പറയാ 10:45 AM തന്നെ പറയാം. അതിന് യാതൊരു മാറ്റമില്ല. പക്ഷെ മാറ്റം വരുന്നത് എവിടെയാണ് PM ആവുമ്പോഴാണ്. അപ്പൊ ഇവിടെ നോക്കി നോക്കൂ, ഇതിൽ 10:45 AM തന്നെ ഉണ്ടാവും. അവിടെ ആ ഒരു ഹവർ സെയിം തന്നെ ആയിരിക്കും. 8:30 PM. ഈ 8:30 PM-നെ നമുക്ക് കൺവേർട്ട് ചെയ്യണം അല്ലെ. 24 hour ഫോർമാറ്റിൽ കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഇത്രയും ഓർത്ത് വെച്ചാൽ മതി. എത്രയാണ് ഇത് എത്ര തന്നിരിക്കുന്ന സമയം 8:30 അല്ലെ. അതില് എന്ത് കൂട്ടിയാൽ മതി 12 ആഡ് ചെയ്താൽ മതി. അപ്പൊ 12 ആഡ് ചെയ്ത് കഴിഞ്ഞാല് ഇവിടെ എത്ര കിട്ടും 20:30. അപ്പൊ 20:30 എന്ന് പറഞ്ഞാൽ 24 hour ഫോർമാറ്റില് നമ്മളുടെ രാത്രി 8:30. രാത്രി 8:30ക്ക് നമുക്ക് നമ്മൾ എന്താ പറയാ 20:30 എന്ന് എഴുതി കഴിഞ്ഞാൽ ഇതെന്താണ് PM ആണ്. PM നമ്മളിവിടെ എഴുതേണ്ട ആവശ്യമില്ല. 20 എന്താ ഇവിടെ നമ്മൾ 12 ആഡ് ചെയ്യാൻ കാരണം? ബിക്കോസ് 12 noon വരെ നമ്മൾ എന്ത് പറയും അവിടെ 12 തന്നെ പറയാം. 12 കഴിഞ്ഞിട്ട് 1 ആവുമ്പോ അല്ലെ ഒരു ക്ലോക്കില് 12 ഉച്ചയ്ക്ക് 12 വരെ ഓക്കെ അത് തന്നെയാണ് പറയാ. അത് കഴിഞ്ഞാൽ 1 2 ഈ 3 ഇതൊക്കെ നമ്മൾ എന്താ 12 കഴിഞ്ഞാൽ 1 ആഡ് ചെയ്ത് 13 14 15 അങ്ങനെ നമ്മൾ 12 എന്ത് ചെയ്യും ആഡ് ചെയ്യും. മൊത്തം ഓരോന്ന് ആഡ് ചെയ്യും. അതുകൊണ്ടാണ് ഇവിടെ 12 ആഡ് ചെയ്യാൻ പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് എത്രയാണ് 8:30 ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ 8-ൽ ഈ 12 ആഡ് ചെയ്താൽ നമുക്ക് എന്ത് ഇവിടെ നോക്ക് 13 14 15 ഇവിടെ 16 17 18 19 20 അത് കഴിഞ്ഞാൽ 9 ആണെങ്കിൽ 21 22 23 ഇവിടെ 12 ആവുമ്പോൾ 24. അപ്പൊ 24 hour ഫോർമാറ്റ് ആയി. അപ്പൊ നമുക്ക് ഓർത്ത് വെക്കാൻ എളുപ്പമാണ്. PM ആണെങ്കിൽ ഏതാണോ ഹവർ അതിൽ എന്ത് ചെയ്താൽ മതി നമുക്ക് അവറിൽ 12 ആഡ് ചെയ്യാം. മറ്റത് സെയിം. AM ആണെങ്കിൽ സെയിം, മറ്റേത് PM ആണെങ്കിൽ ഹവറിൽ എന്ത് ആഡ് ചെയ്താൽ മതി ഒരു 12 ആഡ് കൊടുത്താൽ മതി. ഓക്കെ, വീഡിയോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ടോപ്പിക്സും കൂടി കവർ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ചിൽഡ്രൻ ബൈ.